കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാതിരിക്കും. 2018 ക്യാൻസർ എന്നെയും പിടിപെട്ടത്. കാരണം ആ സമയത്ത് എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. വെറുതെ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ് ആയിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഒരു 3 മാസക്കാലം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. RCCയിലെ ലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. എനിക്ക് 5, 6, 7 വയസ്സായി. ഓരോ വയസ്സിന് വ്യത്യാസം 2 കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞുങ്ങളെ നോക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഒരു 3 മാസക്കാലം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും കിടക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ. അന്നും ഇന്നും ഞാൻ കിടന്നിട്ടേ ഇല്ല, റെസ്റ്റ് എടുത്തിട്ടേ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും അന്ന് മുതൽ RCCക്ക് ഒരു കാണ്ട്രം മെഡിക്കൽ, ഞാൻ പള്ളിപ്പുറം CRPF കോട്ടേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങളെ റെഫർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് നോക്കും RCC ഇങ്ങനെ എത്തി നോക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് അതിനകത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ദൈവം എന്നെ അതിനകത്ത് കയറ്റി ഇറക്കിയതാണ്. കാരണം RCCക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ദൈവം അതിനകത്ത് എന്നെ കയറ്റി ഇറക്കിയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാനവിടെ കീമോ ചെയ്തപ്പോൾ എന്നേക്കാൾ കൊച്ചു പിള്ളേരാണ് കീമോ ചെയ്യാൻ എൻ്റെ സൈഡിൽ അപ്പുറത്തുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ അസുഖമൊന്നുമല്ല, ആ കുഞ്ഞുങ്ങളുടെ അസുഖം മാറ്റണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ക്യാൻസറായിട്ട് വന്ന എല്ലാവരുടെയും വേദനകളും നമുക്ക് മനസ്സിലാവും. RCCക്കകത്ത് കയറിയത് കൊണ്ടും എന്തുവാണ് ഇതിന് ഈ വിൽക്കാൻ കുടുംബത്തിൽ എന്നെ ഒരു അംഗമാക്കിയതിനും എല്ലാവരോടും നന്ദി പ്രത്യേകിച്ച് ബാലേട്ടനോടും ഈ കുടുംബത്തിൻ്റെ ഒരു അംഗമായി അവസാനം വരെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.